പ്രകാശ് SP ലോകനാഥനോട് പറഞ്ഞു, നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നത് 10 വർഷം പഴക്കമുള്ള കേസ് ഫയലുകളാണ്. ഞാനൊരു ബുക്കിൽ വായിച്ചതിൽ നിന്നും മനസ്സിലായത് ചില കൊലയാളികൾ ഇതുപോലുള്ള കൊലപാതകങ്ങൾ ചെയ്യുന്നത് നിർത്തിയിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഒരു പക്ഷേ അതുപോലെ ആവാം നിലവിൽ ഇവിടെ സംഭവിക്കുന്നത്. എന്തുകൊണ്ടാവാം കൊലയാളി കുറച്ചു കാലം നിശബ്ദനായിരിക്കുന്നതെന്ന് വീണ ചോദിച്ചപ്പോൾ SP പറഞ്ഞു, ഇതുപോലുള്ള കൊലപാതകങ്ങൾ ചെയ്യുമ്പോൾ കൊലയാളിക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഒരു പക്ഷേ മറ്റെന്തിൽ നിന്നോ അല്ലെങ്കിൽ ആരിൽ നിന്നോ കൊലയാളിക്ക് ആ ഫീലിംഗ് കിട്ടിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അവൻ അത്രയും നാൾ കൊലപാതകങ്ങൾ നിർത്തിവെച്ചത്. ആ ഫീലിംഗ് കിട്ടാതെ ആകുന്ന സമയത്ത് വീണ്ടും കൊലപാതകങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യും. അതിനാൽ ഇതിലും പഴയ കേസ് ഫയലുകൾ നമ്മൾ പരിശോധിക്കണമെന്ന് SP അവർ രണ്ടുപേരോടും പറഞ്ഞു. വീണയും പ്രകാശും ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ എത്തി കഴുത്തു മുറുക്കി കൊല ചെയ്യപ്പെട്ട കംപ്ലീറ്റ് കേസ് ഫയലുകളും പരിശോധിക്കും. അപ്പോൾ പ്രകാശിന് ഇപ്പോൾ നടക്കുന്നത് മാതിരിയുള്ള കൊലപാതകങ്ങൾക്ക് സാമ്യതയുള്ള ഒരു ഫയൽ കിട്ടും. അത് 1979 നടന്ന നീമ മാത്യു എന്ന ഒരു ലേഡിയെ കഴുത്തു മുറുക്കി കൊലപ്പെടുത്തിയ കേസാണ്. പ്രകാശ് കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് പോയപ്പോൾ ഇപ്പോൾ നടക്കുന്ന കൊലപാതകവുമായി സാമ്യമുള്ള കുറച്ച് കേസ് ഫയലുകൾ കൂടി കിട്ടും. അവൻ ആ കേസ് ഫയലുകൾ എല്ലാമായി SP ലോകനാഥന്റെ അടുത്തേക്ക് ചെല്ലും.